മ്യാൻമറിൽ പട്ടാള ഭരണകൂടം കഴിഞ്ഞ 4 വർഷമായി ഭരണം കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെ അടിച്ചൊതുക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളെ തകർക്കുന്നു. നൊബേൽ സമ്മാന ജേതാവായ വളരെ ജനകീയ നേതാവായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡറായിട്ട് അറിയപ്പെടുന്ന ഓങ് സാൻ സൂചിയെ ജയിലിൽ അടച്ചിട്ട് വർഷങ്ങളായി. അവരെ പുറത്ത് കടത്തിയിട്ടില്ല. അവരുടെ പാർട്ടിയെ നിരോധിച്ചു എന്ന് മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, പോപ്പുലർ പാർട്ടികളെയൊക്കെ നിരോധിച്ചു. എന്നിട്ട് പട്ടാളത്തിൻ്റെ ഒരു പാർട്ടിയുണ്ട്, സോളിഡാരിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി. അവർക്ക് മാത്രമാണ് മത്സരിക്കാൻ അനുവാദം. അപ്പോൾ പട്ടാള ഭരണകൂടത്തിൻ്റെ എന്താ പറയുക, വലിയ ഒരു ദ്രംഷ്ടത്തിനിടയിൽ പെട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യത്തിൻ്റെ പകുതി ഭാഗത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ല. ആഭ്യന്തര കലാപവും സ്ഫോടനവും അതിനിടയിൽ വ്യോമാക്രമണം നടക്കുന്നു. തെരഞ്ഞെടുപ്പിനിടയിലാണ് അവിടുത്തെ പട്ടാള ഭരണകൂടം ഈ തരത്തിൽ ആക്രമണം നടക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പട്ടാള ഭരണകൂടത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ചൈനയാണ്. ചൈനയുടെ താല്പര്യങ്ങൾ മ്യാൻമറിലെ പട്ടാള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ജനങ്ങൾക്കെതിരാണ്. ഇന്ത്യ മനസ്സുകൊണ്ട് മ്യാൻമറിലെ ജനാധിപത്യ പാർട്ടികളോടൊപ്പമാണ്. പക്ഷേ അവിടെ പട്ടാള ഭരണകൂടം ഭരിക്കുന്നു. എസ്കേന് അറിയാലോ, ഓങ് സാൻ എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നേതാവിനെ 1960കളിൽ വെടിവെച്ച് കൊന്ന് അദ്ദേഹത്തിൻ്റെ 13 മന്ത്രിസഭാംഗങ്ങളെയും പട്ടാളം ഈ ക്യാബിനറ്റ് റൂമിലേക്ക് ഇടിച്ചു കയറി കൊലപ്പെടുത്തുകയായിരുന്നു. ആ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അന്ന് കാലത്ത് വലിയതായിരുന്നു. ആ ഓങ് സാൻ്റെ മകളാണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന ഓങ് സാൻ സൂചി. നൊബേൽ സമ്മാന ജേതാവാണ്, ഡൽഹിയിൽ പഠിച്ചതാണ്. എന്തായാലും അവരെ പുറത്തുവിടാതെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു തരത്തിൽ തട്ടിപ്പാണ്. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയൊക്കെ അതിനെ എതിർത്ത് പറയുന്നുണ്ട്. പക്ഷേ മ്യാൻമറിലെ പട്ടാളം അതിശക്തമാണ്, അവർ അടിച്ചൊതുക്കുകയാണ് പല ഭാഗത്തും. പക്ഷേ പട്ടാളത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം അതിശക്തമാണ് താനും. എസ്കേന് അതിനിടയിൽ സുഡാനിലെ പ്രക്ഷോഭം കൂടുതൽ വ്യാപിക്കുന്നു. വെനിൻസുലയിൽ കൂടുതൽ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ റഷ്യയും ചൈനയും രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ബംഗ്ലാദേശിലെ കാര്യം കൂടുതൽ കഷ്ടത്തിലാണ് എസ്കേൻ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ, അവിടുത്തെ ഇടക്കാല സർക്കാരും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി നേതാവിൻ്റെ ഘാതകർ ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആരോപണം വരുന്നത്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ശക്തമാവുകയും 2 ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരെ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമാക്കുകയും ചെയ്തതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ബ്രിട്ടനിൽ വരെ ബംഗ്ലാദേശിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. 2900-ലേറെ ആക്രമണങ്ങളാണ് ഇതിനകം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ വെനിൻസുല, സുഡാൻ, ബംഗ്ലാദേശിലൊക്കെ പ്രശ്നങ്ങളാണ് എസ്കേൻ. ഓക്കെ, താങ്ക് യു വി ജെയിംസ്. ഇനി നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.